ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു മത്തിക്കറി റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഞാനിവിടെ മത്തി നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി ആട്ടോ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഉലുവയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായി ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഞാൻ സവാള, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടി അടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് 1 kg മത്തിയാണ്. അപ്പോൾ അതിലേക്ക് ഒരു സവാള, ഒരു തക്കാളി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രേ എടുത്തിട്ടുള്ളൂ. ഇനി കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് കായപ്പൊടി, ഇത് എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറാവണ വരെ വഴറ്റണം. എത്രയും വഴറ്റിയെടുക്കാൻ പറ്റുമോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും ഈ കറിക്ക്. ഇനി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത് കുടംപുളി വാഷ് ചെയ്തിട്ടുണ്ട്. അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പുളി കൂടുതൽ വേണ്ടവർക്ക് അതുപോലെ ഇടാം. പിന്നെ എപ്പോഴും നമ്മൾ മീൻ കറി വെക്കുമ്പോൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളത്തിലാണ് മീൻ കറി ഉണ്ടാക്കൽ. ഇവിടെ ഞാൻ ചെയ്യുന്നത് ആ മസാലയിലേക്ക് കുടംപുളി മാത്രം ഇട്ട് കൊടുത്ത് വേറെ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാഷ് ചെയ്ത് നേരെ ഈ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മളെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള മത്തി ഇട്ട് കൊടുക്കാം. മത്തി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും. വെന്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ മസാല നന്നായി മത്തിയിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ഉപ്പും പുളിയും എല്ലാം മത്തിയിലേക്ക് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമേ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.